പെരിയാറിലെ മത്സ്യക്കുരുതി വിവാദമായിട്ടും മലിനീകരണത്തിന്റെ തോതളയ്ക്കാൻ PCB പുഴയിൽ സ്ഥാപിച്ച റിയൽ ടൈം മോണിറ്ററിംഗ് സിസ്റ്റം പ്രവർത്തനരഹിതം. സെൻസർ മുഖേന പുഴയിൽ വിഷാംശമുണ്ടോ എന്ന് ഓൺലൈനായി വേഗത്തിൽ കണ്ടുപിടിക്കാവുന്ന ഉപകരണങ്ങളാണ് നാളുകളായി ഉപയോഗശൂന്യമായി കിടക്കുന്നത്. പെരിയാറിലെ ജലം പരിശോധിക്കാൻ PCB സ്ഥാപിച്ച 2 ഉപകരണങ്ങളിൽ ഒന്നാണ് എനിക്ക് പുറകിൽ കാണുന്നത്. ഇത് രണ്ടും ഇപ്പോൾ വെറും നോക്കുകുത്തികളായി മാറിയിരിക്കുകയാണ്. ഏലൂർ, മേത്താനം, പാതാളം എന്നിവിടങ്ങളിൽ പുഴയിൽ സ്ഥാപിച്ച റിയൽ ടൈം മോണിറ്ററിംഗ് സിസ്റ്റം എന്ന മലിനീകരണത്തിന്റെ തോതളക്കുന്ന ഉപകരണമാണ് ഉപകാരമില്ലാതെ മഴയും വെയിലും കൊണ്ട് വെറുതെ കിടക്കുന്നത്. സെൻസർ മുഖേന പുഴയിൽ വിഷജലത്തിന്റെ അംശങ്ങളുണ്ടോയെന്ന് ഓൺലൈനായി വേഗത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഉപകരണങ്ങളാണ് ഇവ രണ്ടും. അടിയന്തര ഇടപെടലിനും മുന്നറിയിപ്പിനും അവസരമുണ്ടായിരുന്ന സംവിധാനങ്ങൾ തകരാറിലായതോടെ വ്യവസായശാലകൾ പലതും യഥേഷ്ടം പെരിയാറിലേക്ക് വിഷജലം ഒഴുക്കുന്നത് തുടരുകയാണ്. PCBയെ സംബന്ധിച്ചിടത്തോളം കുറ്റക്കാരെ സംരക്ഷിക്കുക എന്നുള്ളൊരു നിലപാടാണ് കാലങ്ങളായി PCB അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത്രയോ വർഷങ്ങളായി ഈ പുഴയിൽ മത്സ്യക്കുരുതികൾ നടക്കുന്നു, ഇല്ലീഗൽ ഡിസ്ചാർജ് നടക്കുന്നു. ഔദ്യോഗിക ഔട്ട്ലെറ്റുകൾ കൂടിയും സ്റ്റോം വാട്ടർ ഡിസ്ചാർജിൽ കൂടിയും എല്ലാം ഇവർ കെമിക്കലുകൾ പുറത്തേക്ക് ഒഴുക്കാറുണ്ട്, മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുക്കാറുണ്ട്. ഇതെല്ലാം കണ്ടെത്തി നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ഒന്നും ഇതിൽ നിന്ന് കണ്ടെത്താറില്ല. പ്രളയത്തിൽ കേടായ ഇവ പലവട്ടം നന്നാക്കിയെങ്കിലും തുടർച്ചയായി പ്രശ്നങ്ങൾ കാണിക്കുന്നുവെന്നാണ് PCB പറയുന്നത്. നിലവിൽ വെള്ളം നേരിട്ടെടുത്ത് പരിശോധിക്കുന്നുണ്ടെന്നാണ് അധികൃതരുടെ മറുപടി. രാജീവ് രാജേന്ദ്രനൊപ്പം മൗസ്നാസു, മീഡിയ 1, കൊച്ചി.